Hi friends, welcome to our channel Jyoti's Kitchen. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാറ്റിനും പറ്റിയ ഒരു ഡിഷാണ് ലസാനിയ. ഇത് ചിക്കൻ ലസാനിയയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ലസാനിയ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഇത് ചിക്കൻ ഫില്ലിംഗ് ആണ്. വെജിറ്റബിൾ ഫില്ലിംഗ് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗാർലിക്, നല്ല ഫൈനായിട്ട് ചാപ്പ് ചെയ്ത് ഗാർലിക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു സവാള ചെറുതായിട്ട് നറുക്കിയത്, ഇത് ഗ്രൗണ്ട് ചിക്കനാണ്. കടയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. ഇതിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഗ്രൗണ്ട് ചിക്കൻ കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, നല്ലപോലെ മിക്സ് ചെയ്യും. കുറച്ച് ടൊമാറ്റോ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്കാം. ഈ സമയത്ത് ഉപ്പിടാം. ചിക്കൻ നല്ലതുപോലെ കുക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാസ്ത സാസാണ്. ഇത് കടയിൽ കിട്ടും. പാസ്ത സാസ് ഇല്ലാത്തവർക്ക് ഇത് ക്വിറ്റ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുമ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് യെല്ലോ ക്യാപ്സിക്കമും കുറച്ച് റെഡ് ക്യാപ്സിക്കമും വേണം. ഇത് ഓപ്ഷനിലാണ്. ഗ്രീൻ മാത്രം ഇട്ടാലും മതി. ഓറഞ്ച് ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ കുക്കായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മാറ്റി വച്ചിട്ട് ലസാനിയ ഷീറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടിക്കട്ടിയുള്ള പരന്ന പാത്രം ഗ്യാസിൽ വെച്ച് കുറച്ച് വെള്ളം, ഒരുപാട് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ലസാനിയ ഷീറ്റ്സ് ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. ആ ഷീറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നൂഡിൽസും പാസ്ത ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് കുറച്ച് സാൾട്ടും ഓയിലും ഇട്ടിട്ട് അതിലേക്ക് ഈ ലസാനിയ ഷീറ്റ്സ് ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്ക് ആവരുത്, പക്ഷേ കുക്ക് ചെയ്തെടുക്കണം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലസാനിയ ഷീറ്റ്സ് ഒന്നൊന്നായിട്ട് ഇടാം. ആദ്യം നമുക്ക് പുറത്ത് നിൽക്കുന്നത് പോലെ തോന്നും, പക്ഷേ ഇങ്ങനെ കുറച്ച് വെന്ത് വരുമ്പം അത് തന്നെ വെള്ളത്തിൽ അങ്ങനെ ഇമേഴ്സായി ഇരിക്കും. അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം.
തിളച്ച വെള്ളത്തിലിട്ട ലസാന്യ ഷീറ്റ്സ് വെന്ത് തുടങ്ങി. നമുക്ക് അത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെ സൈഡിലായിട്ട് ഒരു വായഹന്ന വലിയ ബേസിനിൽ ഐസ് വാട്ടർ വച്ചിട്ടുണ്ട്. ഈ ലസാന്യ വെന്ത് ഇങ്ങനെ പൊങ്ങുമ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ആ ഐസ് വാട്ടറിലേക്ക് ഇടണം, എന്നാലേ അത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. അടുത്തതായിട്ട് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയിട്ട് ആ ബട്ടർ മെൽറ്റായ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ഫൈനലി ചാപ്ഡ് ഗാർലിക്സ് ഇട്ട് നല്ലതുപോലെ ഇളക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, ആൾ പർപ്പസ് ഫ്ലവർ ഇട്ട് ഒന്ന് കട്ട പിടിക്കാതെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലൈറ്റായിട്ടൊന്ന്. ഇതിലേക്ക് 2.5 കപ്പ് പാൽ, ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് തിക്കായിട്ട് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം. വൈറ്റ് സോസ് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇടണം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്. നമ്മുടെ വൈറ്റ് സോസ് ആൾമോസ്റ്റ് റെഡിയായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. ഇങ്ങനെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിൽ ലസാന്യ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ വൈറ്റ് സോസ് ഒഴിക്കണം. വൈറ്റ് സോസ് ഒഴിച്ചിട്ട് ഈ ലസാന്യ ഷീറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്ത് ഐസ് വാട്ടറിലിട്ട് വെച്ച ലസാന്യ ഷീറ്റ്സ് ഞാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം വാലാൻ വെച്ച് എടുത്തതാണിത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ആ വൈറ്റ് സോസിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ആ ലസാന്യ ഷീറ്റ്സിൻ്റെ പുറത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഗ്രൗണ്ടഡ് ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് വിതറി കൊടുക്കണം. ഞാനിവിടെ 2 ടൈപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് സെഡാർ ചീസും കുറച്ച് മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മൊസറല്ല ചീസ് മാത്രം യൂസ് ചെയ്താലും മതി. അവരവരുടെ ഇഷ്ടാനുസരിച്ച് അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് വൈറ്റ് സോസും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കുറച്ചായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഇനിയും ഒരു ലെയർ ലസാന്യ ഷീറ്റ്സ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ 3 പീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ചുകൂടി ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് എത്ര ലെയർ വയ്ക്കാൻ പറ്റുമോ അത്രയ്ക്കും ലെയർ നമുക്ക് വയ്ക്കാം.
സെക്കൻഡ് ലെയറും അതുപോലെ വച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് ചീസും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് വൈറ്റ് സോസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മൂന്നാമതായിട്ട് കുറച്ച് ഷീറ്റ്സ് വിരിച്ചിട്ടുണ്ട്. ലസാന്യ ഷീറ്റ്സ് വിരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. അതിൻ്റെ പുറത്ത് ചീസ് മാത്രം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇട്ടിട്ടുള്ളതെല്ലാം കുറച്ച് ഓവർലോഡഡാണ് ചീസ്. നിങ്ങൾക്ക് ഇത്രയും ചീസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് കുറച്ച് യൂസ് ചെയ്താലും മതി. ഇതിവിടെ പിള്ളേർക്കൊക്കെ ചീസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചീസ് ഇടുന്നത്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി. ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ക്യാപ്സിക്കം അത് ഏത് കളറായാലും ശരി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 3 കളറാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ മാത്രം കിട്ടുകയാണെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ റെഡോ എന്തെങ്കിലും ഒന്ന് ഇട്ടാലും മതി. അത് അവരവരുടെ ഇഷ്ടമാണ്. ക്യാപ്സിക്കം സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ഒരിഗാനോയും കൂടി അതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ ലസാനിയ അസംബിൾ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഓവൻ 350 ഫാരൻഹീറ്റിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ട്രേ വച്ചിട്ട് 350 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ച് ഗോൾഡൻ കളറിൽ വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ലസാനിയ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കിനി ഇത് പുറത്തെടുക്കാം. മുകളിൽ ലൈറ്റായിട്ട് ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാകമാണ്. നമുക്ക് ഇത് ചൂടായിട്ട് കഴിക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്തിന് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റിച്ചായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റവുമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പാത്രത്തിൽ വച്ചിട്ട്, ഓവൻ ഇല്ലാത്തവർക്ക് പാത്രത്തിൽ വച്ചിട്ട് വലിയ ബിരിയാണി ചൊമ്പിലും വച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.